എല്ലാവരും wish ചെയ്ത് ഹലോ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്സായി പോയോ? ഒന്നും കേട്ടില്ല. ഓക്കെ ഓക്കെ അപ്പം പൊന്നാനിയുടെ റിട്ടയർഡ് ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള അംബിക മാം, അതായത് ICDC ഓഫീസറും കൂടെ ആയിട്ടുള്ള അംബിക മാമിന്റെ മൈ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ സ്റ്റോറിയിലേക്ക് പോവാലോ അല്ലെ? എല്ലാവരും നല്ല ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും, അതിനോ. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അംബിക മാമിനെ ഇൻവൈറ്റ് ചെയ്യണം. അംബിക മാം, പ്ലീസ് വെൽക്കം. മാം മ്യൂട്ടാണേ. അംബിക മാം മ്യൂട്ടാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, ഓഡിബിൾ ആണ്. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഞാനിങ്ങനെ ഒരു ഗ്രൂപ്പിനെ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. എൻ്റെ ഒരു വർക്കർ സിന്ധു ആണ് എന്നെ ഇതിനെ പരിചയപ്പെടുത്തിയത്. ഒരുപാട് നാളായി സിന്ധു പറയുന്ന ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ജോലിയുടെ തിരക്കുകളിലൊക്കെ തന്നെ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. ഞാനിപ്പോ ഇത്തിരി സമയം മുൻപ് ഇതിലൊന്ന് മെഡിറ്റേഷന്റെ സമയത്തൊന്ന് കയറിയിരുന്നു. അപ്പൊ എനിക്കൊരു വലിയൊരു സന്തോഷം തോന്നി. കാരണം നമ്മളെല്ലാവരും തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണല്ലോ. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കുറച്ച് സമയം നമ്മൾക്കായി മാറ്റി വെക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും സന്തോഷവും നല്ലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന, നമ്മളുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റാൻ നമുക്കൊരു വലിയൊരു സഹായമാകുന്ന ഒരു നല്ലൊരു ഗ്രൂപ്പ്, നല്ലൊരു പ്രവർത്തനമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായി ഞാൻ ഒരു കൺഗ്രാറ്റ്സ് പറയാണ്. പിന്നെ എൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒരു ജീവിതത്തിലേക്ക് ഒരു നല്ലൊരു രീതിയിലേക്ക് ജീവിച്ചുയർന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ വരുന്നത്. സിന്ധു എൻ്റെ അടുത്ത് കുറെ നാളായി പറയുന്നതായിരുന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ വിജയം നേടിയത് ആ വഴികൾ, ഞാൻ സഞ്ചരിച്ച വഴികള്. ചിലപ്പോൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവാം. വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇനി ഒരു വിജയം വേണ്ട, മതി, പരാജയപ്പെട്ടു പോയെന്ന് ഇനി തുടങ്ങണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് ഈ ക്ലാസ്സിന് വന്നിട്ടുള്ളത്. ഞാനൊരു സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരാളാണ്. കാർഷിക പ്രവൃത്തി ഒക്കെ ആയിട്ട് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. എനിക്ക് എൻ്റെ 8 മാസം ഉള്ള സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ മരണപ്പെട്ടതായിരുന്നു. പിന്നെ അമ്മയും ഞങ്ങൾ 3 പെൺകുട്ടികളുമായിരുന്നു. അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു കുടുംബമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്.
കാരണം എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് 32 വയസ്സുള്ള സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ ഒറ്റയ്ക്ക്, അതായത് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തി ഞങ്ങൾ വളർത്തുന്ന ഒരു കാഴ്ചയാണ് ഞാനന്ന് കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അമ്മയെ ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടി. കാരണം ഏത് പ്രതിബന്ധങ്ങളെയും ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാം, അതിനെ മറികടക്കാനുള്ള ഇച്ഛാശക്തിയും കഴിവും ഉണ്ടാകണമെന്ന് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ അമ്മ കാണിച്ചു തന്ന ആ ഒരു വഴികളിലൂടെ തന്നെയാണ് ഞാൻ ഇന്നും പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും അതിനൊക്കെ തരണം ചെയ്യാൻ സ്വയം തന്നെ ഞാൻ ഒരു വഴികൾ കണ്ടെത്താറുണ്ട്. പിന്നെ പറയാനുള്ളത്, ഞങ്ങള് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങള് അമ്മയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും. ഞങ്ങള് ചെറുപ്രായത്തില്. അപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അത് വാങ്ങിച്ചു തരാനോ അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാനോ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അപ്പൊ എൻ്റെ അമ്മ എപ്പോഴും പറയാ എന്താണെന്നറിയോ, നിങ്ങളിലേക്ക് നോക്കാതെ നിങ്ങളിലേക്ക് താഴ്ന്ന് ജീവിക്കുന്ന, അതായത് നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്ക്. അപ്പൊ അമ്മ പല കഥകളും പറഞ്ഞു തരും. പല ആളുകളുടെ പ്രയാസപ്പെടുന്നവരുടെ, പട്ടിണി എടുക്കുന്നവരുടെ, അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞും തരും. നമ്മളെ ചുറ്റുപാടിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോഴാണ് നമ്മൾ സ്വയം ചിന്തിക്കുക, അയ്യോ അവരെക്കാട്ടി ഞങ്ങൾ എത്ര ഭേദാണ്. നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടല്ലോ, നമുക്ക് ഉടുക്കാൻ വസ്ത്രം ഉണ്ടല്ലോ, അത്രയും സൗഭാഗ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടില്ലേ, അവർക്ക് അത്രയും ഇല്ലല്ലോ. അത് നമ്മളതിങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു സംതൃപ്തിയാണ്. അവരെക്കാൾ ദൈവം നമുക്ക് എല്ലാം കൊണ്ടും ഭാഗ്യം തന്നവരാണ് നമുക്ക് തോന്നും. അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാത്ത കുറെ കാര്യങ്ങള് മറ്റുള്ളവർക്കുള്ളതും നമുക്ക് കിട്ടാത്തതായ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് ആകുലതപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ, നമ്മളെപ്പോഴും നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെ, പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ താഴോട്ട് നോക്കുക. അപ്പോഴാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ നമുക്കുള്ള കഴിവുകളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാൻ അമ്മയിൽ നിന്ന് പഠിച്ചൊരു പാഠം, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരികയാണെങ്കിൽ തന്നെ അമ്മ അത് ഏറ്റവും കൂടുതലും ആ പ്രയാസങ്ങളെ തരണം ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട് അമ്മ Moves the inference from the പാടുന്ന subconscious mind. Take a ആളായിരുന്നു. look at every അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ മൂളിപ്പാട്ട് പാടും. അതേപോലെ തന്നെ അമ്മ പഴയ ആളാണ്. അപ്പൊ അതുപോലെ തന്നെ വടക്കൻ പാട്ടുകൾ എന്നൊക്കെ പറയും. ആ വടക്കൻ പാട്ടുകളൊക്കെ പാടുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അമ്മയ്ക്ക് ആ സംഗീതത്തിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെയായിരിക്കാം എനിക്കും സംഗീതം എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ആ ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടക്കാൻ എൻ്റെ അമ്മ കണ്ട ഒരു വഴിയാണത്. ഇന്നത്തെ പോലെ നമ്മളെ മറ്റുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒന്നും അക്കാലത്തില്ലല്ലോ. സ്വയം അവര് തന്നെ കണ്ടെത്തല് വഴികള്. അപ്പൊ അമ്മ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു സംഗീതം. അതൊരു നല്ല വഴിയാണെന്ന് എനിക്കും തോന്നി. കാരണം നമുക്കൊരു പ്രയാസങ്ങൾ വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മള് കുറച്ച് സമയം പാട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിലേക്കോ, പാട്ട് അല്ലെങ്കിൽ സംഗീതം മാത്രം ആവണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ ആ പ്രയാസമുള്ള സമയത്ത് നമ്മൾ നീങ്ങുമ്പോൾ നമുക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന് മറികടക്കാൻ കഴിയും എന്നാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് കൂടെ പറയുന്നത്. ഞാന് എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് 20 വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. ഹസ്ബൻഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ എങ്കിലും അദ്ദേഹം ഒരു ഡിസേബിൾഡ് ആയ ഒരാളായിരുന്നു. ഒരു കാലിന് പോളിയോ വന്ന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു കല്യാണക്കാര്യം വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന്. പക്ഷെ ഞാനൊന്നും കരുതി എന്താന്ന് വിചാരിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഞാൻ നല്ല ഫിസിക്കലി ഒക്കെ നല്ല ഫിറ്റായ ഒരാളെ കല്യാണം കഴിച്ചാലും നാളെ അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാലും അയാള് ഡിസേബിൾഡ് ആവും. അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും അതുപോലെ ആയിക്കൂടെ. ഞാൻ അങ്ങനെയാ ചിന്തിച്ചത്. വീട്ടുകാർക്ക് മുഴുവൻ താല്പര്യം ഇല്ലെങ്കിലും അവര് കൊണ്ടുവന്ന
അന്വേഷിച്ച് വന്നൊരു കല്യാണ കാര്യം തന്നെയായിരുന്നു. എങ്കിലും അച്ഛനില്ലാത്ത ഞങ്ങളെ കുട്ടികളെ അതിൽ ഒരാളെ ഇങ്ങനെ ഒരു ഡിസേബിൾ ആയ ഒരാൾക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ള സമൂഹം എന്ത് പറയും എന്നുള്ള ഒരു പ്രയാസം കൊണ്ടായിരിക്കാം അവരിത് വേണോ വേണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാരണം അങ്ങനെ ഒരാളെ മതി എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് തന്നെ അതെന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം എല്ലാം കൊണ്ടും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജീവിത പങ്കാളിയെ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടി. ഞാന് 1994 ICDSൽ ഞാൻ കയറുന്നത്. ആ കയറുന്ന സമയത്ത് എനിക്ക് 2 1/2 വയസ്സായ 2 ആൺകുട്ടികളാണ്. വീട്ടിൽ മറ്റാരും ഇല്ല. ഹസ്ബൻഡ് ഒരുപാട് ചോദിച്ചിരുന്നു എന്നോട് ഈ ജോലി വേണോന്ന്. കാരണം അന്ന് ഇവിടെ പെരുമ്പടപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ICDS ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ പുതിയതായി സ്ഥലം കണ്ടെത്തണം, അവിടെ ഒരു സെന്റർ ഉണ്ടാക്കണം, അതിൽ സർവേ നടത്തണം, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷെ ഞാൻ വാശി പിടിച്ച് എനിക്ക് ആ ജോലി വേണമെന്ന്. കാരണം എൻ്റെ അമ്മ കഷ്ടപ്പെട്ട വഴികൾ അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ചെറിയതായിട്ടാണെങ്കിലും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ എല്ലാവരുടെ അടുത്തും പറയുന്നതാണ്. അത് ഗവൺമെന്റ് സർവീസിൽ ആവണമെന്നില്ല, പ്രൈവറ്റ് ഫേമിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈലറിംഗ് ആണെങ്കിൽ പോലും നമ്മളുടെ ഒരു നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലി. അങ്ങനെ ഒരു ജോലി ഏതൊരു സ്ത്രീക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കും അങ്ങനെയായിരുന്നു. മറ്റുള്ളവരുടെ നമ്മളുടെ ആവശ്യങ്ങൾ അവരോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു തൊഴിൽ വേണം എന്ന ഒരടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. കാരണം അത്രയും ചെറിയ കുട്ടികളാണ്. ഈ അംഗൻവാടിയിൽ ഫസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏരിയകളിൽ 1000 പോപ്പുലേഷൻ ഒരു അംഗൻവാടിയായിരുന്നു അന്ന്. അപ്പൊ ഈ എല്ലാ വീടുകളിലും നമുക്ക് പോണം, സർവേ എടുക്കണം, സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തണം, അവിടെ ഒരു അംഗൻവാടി വെക്കണം. ഇന്ന് നമ്മൾ കാണുന്ന അംഗൻവാടികളുടെ രീതിയിലല്ല അക്കാലത്ത്. കാരണം അന്ന് സമൂഹത്തിലെ എല്ലാ ആളുകളും ഈ അംഗൻവാടി ഒരു പൊതു വിഭവ കേന്ദ്രമാണ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനമാണെന്ന് ഉൾക്കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലല്ല ഞാനന്ന് അംഗൻവാടിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ അതിന്റെ മുന്നിലുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ തന്നെ എൻ്റെ ആഗ്രഹത്തിന് മാറി നിന്ന് ഞാൻ അതിൻ്റെ പ്രതിസന്ധികളും വഴികളും ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ICDSൽ കയറി ജോലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ ഹസ്ബൻഡിന്റെ പൂർണ്ണ സഹകരണം അതിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിത പങ്കാളിയുടെ മുഴുവൻ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വിജയങ്ങളും സാധിക്കാൻ കഴിയും. ഇനി അതല്ല, നമുക്ക് ഒറ്റയ്ക്കുള്ള ആളുകളാണെങ്കിൽ പോലും നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം നാളേക്ക്. നമ്മൾ നാളെ കാണുന്ന സ്വപ്നത്തിലേക്ക് എത്താനുള്ള വഴികൾ എന്താണോ അതിൽ കല്ലും മുള്ളൊക്കെ നിറഞ്ഞതായിരിക്കാം. പക്ഷെ നമ്മളെ ആ ആഗ്രഹമാണ് നമ്മൾ അവിടേക്ക് എത്തിക്കുന്നത്. ഞാൻ ICDSൽ 16 വർഷം വർക്ക് ചെയ്യുമ്പോഴും പിന്നീട് എൻ്റെ മനസ്സിൽ വന്നൊരാഗ്രഹമാണ് എനിക്ക് ICDS സൂപ്പർവൈസർ ആവണം എന്നുള്ളത്. അത് വലിയൊരു ആഗ്രഹമായിരുന്നു, ആവണം എന്നുള്ളത്. പക്ഷെ ജീവിതത്തിൽ നമ്മൾ വീട്ടിലെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളും കൂടെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കേണ്ട ഒരവസ്ഥയും ഈ ജോലിയും കൂടി ഒന്നിച്ചാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ 2010 ഞാൻ സൂപ്പർവൈസറായിട്ട് കയറുന്നത്. പക്ഷെ 2009 ഈ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ഒരുപാട് നടത്തിയിരുന്നു. അത് ഒരു വലിയ ഒരു കഥയാണത്. കാരണം ഞാൻ എടപ്പാൾ എന്ന സ്ഥലത്താണ് ആഴ്ചയിൽ ഒരു ദിവസം കോച്ചിങ്ങിന് പോയിരുന്നത്. പക്ഷെ അവിടുന്ന് ആ ക്ലാസ്സിൽ എനിക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ആ ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എന്ന് മനസ്സിലായ എൻ്റെ ഒരു ഫാറൂഖ് കോളേജിലൊരു സാർ ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ. സാർ എന്നോട് പറഞ്ഞു, അംബികയെ, നീ ഈ ഒരാഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് പോരാ, കോഴിക്കോട് പ്രീ എക്സാമിനേഷൻ സെന്ററിൽ ഒരു കോച്ചിങ് കൊടുക്കുന്നുണ്ട് സൂപ്പർവൈസേഴ്സിന്. അപ്പം അതുകൊണ്ട് നീ ആ ക്ലാസ്സിന് എന്തായാലും വന്നേ മതിയാവൂ, ഡെയിലി ക്ലാസ് ആണ്, അതിനെന്തായാലും വരണം. എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് ആണത്. കാരണം എൻ്റെ വീട് പൊന്നാനി വെളിയങ്കോട് എന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് കോഴിക്കോട് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ബസ് മാത്രമേ ഉള്ളൂ.
അല്ലാതെ ട്രെയിൻ സൗകര്യങ്ങൾ നമുക്ക് കുറ്റിപ്പുറത്തോ അല്ലെങ്കിൽ തിരൂരോ വരണം. പക്ഷെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടായിരുന്നു. നീ എവിടെ പോയി പഠിക്കാനും ഒരു കുഴപ്പമില്ല, നിന്റെ ആഗ്രഹം പോലെ നീ ചെയ്തോ എന്നുള്ള ആ ഒരു ബലത്തിന്റെ പേരിൽ ഞാൻ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ അനിയന്റെ ഭാര്യയും കൂടി അവിടെ രജിസ്റ്റർ ചെയ്ത് പോയിട്ട് കാലത്ത് ഇന്നും അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതിന് കഴിഞ്ഞത് എങ്ങനെയെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവില്ല. അതാ ഞാൻ പറയുന്നത്, നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ നമുക്ക് അത്രയും ഒരു ആഗ്രഹം ഉണ്ട്. അവിടേക്ക് എത്താനുള്ള വഴികൾ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയാൻ കാരണം ഞാനതാ. കാരണം എൻ്റെ മകൻ അന്ന് മൂത്ത മകൻ +1-നും ചെറിയ മകൻ 10ാം ക്ലാസ്സിലും. ഹസ്ബൻഡ് ജോലിയുള്ള ഒരാളാണ്. നമുക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ ട്രെയിനിങ്ങിന് പോകാൻ കഴിയും. ഞാൻ ആ സമയം വരെ എൻ്റെ അംഗൻവാടി വർക്കർ എന്നുള്ള ജോലിയിൽ നിന്നും 1.5 മാസം ഞാൻ ലീവ് എടുക്കുകയും ചെയ്തിരുന്നു. 3:30 മണിക്ക് എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് 6:20-ന് ഞങ്ങളുടെ സ്ഥലത്തു നിന്നുള്ള ബസ് കിട്ടും. വീട്ടിലെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അവരുടെ ലഞ്ച് ബോക്സുകളിൽ ലഞ്ചാക്കി വെച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ. കാരണം വേറെ വീട്ടിൽ ആരുമില്ല, ഹസ്ബൻഡിന് അതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 6 മണിയുടെ ബസ്സിനാണ് ഞാൻ ഇവിടുന്ന് കുറ്റിപ്പുറത്തേക്ക് പോവുക. അവിടുന്ന് പോകുമ്പോൾ ട്രെയിനിൽ ലേറ്റ് ആവുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് പഠിക്കും. എപ്പോഴും എൻ്റെ കയ്യിൽ PSCയുടെ കോച്ചിങ്ങിന്റെ ബുക്ക് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിന് കയറി കഴിഞ്ഞാൽ ട്രെയിനിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പം എൻ്റെ ബുക്ക് തുറക്കും. എനിക്ക് മറ്റൊരു ലോകമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഈ ജോലി, ഈ പരീക്ഷ, ജോലി അത് മാത്രമായിരുന്നു. ഞാൻ എൻ്റെ മറ്റെല്ലാം അതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് 2010-ൽ റിട്ടയർ ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് വരുമാനം എന്ന് പറയുന്ന ഈ അംഗൻവാടി വർക്കർ എന്നുള്ള ഒരു വരുമാനം മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് എനിക്കും കൂടെ ഒരു ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എങ്ങോട്ട് പോകും, അതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതെൻ്റെ ഉപബോധ മനസ്സിൽ ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ലോകവും ഇല്ലായിരുന്നു. എനിക്കൊന്ന് കണ്ണിൽ ഉറക്കം വരികയാണെങ്കിൽ പോലും അപ്പം എൻ്റെ മനസ്സെന്നോട് പറയും, ഏയ് ഇങ്ങനെ കിടന്നുറങ്ങല്ലേ, നിനക്ക് നിന്റെ ആഗ്രഹം സാധിക്കണ്ടേ, നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ളൊരു ഉപബോധ മനസ്സിൽ നിന്ന് ഒരു ഉൾവിളി വരും. ആ സമയത്ത് എനിക്ക് പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അവിടെ കോഴിക്കോട് ഞങ്ങൾ 9:30 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴേക്കും പിന്നെ അവിടുന്ന് വെള്ളിമാട് കുന്നിലേക്ക് ബസ്സിൽ പോകണം. തിരിച്ച് 4 മണിയുടെ ട്രെയിനിന് വരണമെങ്കിൽ അവിടുന്ന് ഇറങ്ങി പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ട. പിന്നെ സ്റ്റേഷനിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ അവിടേക്ക് എത്തുമ്പോൾ മുന്നിലുള്ള ആളുകളെയൊന്നും ഞാൻ കാണാറ് പോലും ഇല്ല. കാരണം അത്രയും തിരക്ക് പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് എത്താൻ ട്രെയിൻ കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. അങ്ങനെ അത്രയും സ്ട്രെയിൻ എടുത്തും ബുദ്ധിമുട്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടുമാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത്. എൻ്റെ മകൻ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു, അമ്മ ചപ്പാത്തി പരത്തുമ്പോൾ പോലും അവിടെ ബുക്ക് വെച്ച് പഠിക്കുകയാണ്. അങ്ങനെയാണ് സമയം കണ്ടെത്തിയത്. കാരണം ഇത്രയും ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മൾ പലരും പറയും എനിക്കതിന് സമയമില്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ എക്സ്ക്യൂസുകൾ പറയാറുണ്ട് നമ്മൾ പല കാര്യങ്ങൾക്കും. നമ്മൾക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാറ്റിനും സമയം ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളുടെ ഇടയിലും നമ്മൾ സമയം കണ്ടെത്തും. അങ്ങനെയാണ് ഞാൻ 2010-ൽ സർവീസിൽ കയറുന്നത്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടാൻ നമുക്ക് അതിന്റെ വഴികളും പ്രതിസന്ധികളും ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇതിൽ ചിലപ്പോ പ്രായമായ ആളുകൾ ഉണ്ടാവാം, പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, ഏതൊക്കെ വിഭാഗം ആളുകളാണ് നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കണം. അതിൽ ചിലപ്പോൾ നമ്മൾ ഒരു തവണ നമ്മൾ അതിന് ശ്രമിച്ചു നോക്കിയാൽ പരാജയം സംഭവിക്കാം. പക്ഷെ ആ പരാജയം നമ്മൾക്ക് വിജയിക്കാനുള്ള ഒരു ഊർജമായിട്ട് മാറ്റണം. നമ്മളുടെ ആ വിജയത്തിലേക്ക് എത്തുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കൽ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പരാജയപ്പെടുമ്പോൾ ഇനി ജീവിതത്തിൽ എനിക്ക് മറ്റൊന്നുമില്ല, എല്ലാം ഞാൻ പരാജയപ്പെടുത്തി, ജീവിതമേ ഇല്ല എന്നല്ല നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ കൂടുതൽ ഊർജത്തോടു കൂടി നമ്മൾ വീണ്ടും വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക.
അതാണ് നമ്മൾ വേണ്ടത്. പിന്നെ നമ്മളുടെ മക്കൾക്ക് എപ്പോഴും ഒരു വഴികാട്ടിയാവേണ്ടത് നമ്മളാണ്. നമ്മൾ നല്ല രീതിയിലാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നല്ല വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു വേണം നമ്മുടെ മക്കൾ വളരാൻ. ഞാൻ എന്നും എൻ്റെ മനസ്സിലുള്ള എന്താ, ഞാൻ ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ഒരാൾക്ക് ഒരു ഉപദേശം എന്നല്ല, ഒരു നല്ല രീതിയിൽ പറയാറുള്ളൂ. ഇപ്പൊ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എൻ്റെ 2 ആൺമക്കളാണ്. അവര് എന്നും ചോദിക്കുമായിരുന്നു, ബൈക്ക് എടുത്തു കൊടുക്കണം. അമ്മേ ബൈക്ക്. ഒരു 16, 17 വയസ്സൊക്കെ ആവുന്ന സമയത്ത് തുടങ്ങിയതാണ്. ബൈക്ക് വേണം. പ്ലസ് ടുവിന് പഠിക്കുന്ന മകൻ പറയും, എനിക്ക് ബൈക്ക് വേണം, എല്ലാ കുട്ടികൾക്കും ബൈക്കുണ്ട്, എനിക്കും വാങ്ങിച്ചു തരണം. എനിക്കോ ഹസ്ബൻഡിന് വാങ്ങിക്കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ, മോനെ 18 വയസ്സ് തികഞ്ഞാലാണ് നീ വാഹനം ഓടിക്കാൻ പ്രാപ്തനാവും. നിനക്ക് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ സർക്കാരിന്റെ അനുമതിയുള്ളൂ നിനക്ക് വണ്ടി ഓടിക്കാൻ. കാരണം അതിൽ 18 വയസ്സിൽ താഴെ എന്ന് പറഞ്ഞാൽ നീ ഒരു കുട്ടിയാണ്. ആ കുട്ടിയായിട്ട് മാത്രമേ നിനക്ക് കാണാൻ കഴിയൂ. നിനക്ക് വാഹനം ഓടിക്കാനുള്ള അനുമതി ഇല്ല. 18 വയസ്സ് കഴിയാതെ ലൈസൻസ് എടുക്കാതെ ഒരു കാരണവശാലും നിനക്ക് ഒരു വണ്ടി വാങ്ങിത്തരില്ല എന്ന് ഞാൻ കർശനമായി ഞങ്ങൾ പറഞ്ഞിരുന്നു. 18 വയസ്സ് തികഞ്ഞതിന് ശേഷം അവന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു, ലൈസൻസ് എടുത്തു, അവന് വാഹനം എടുത്തു കൊടുക്കുകയും ചെയ്തു. അത് തന്നെയാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറ്. ഞാൻ എവിടെ പോകുമ്പോഴും ICDSന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്, നമ്മളുടെ കുട്ടികളോടാണെങ്കിൽ മറ്റുള്ളവരോടാ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുങ്ങളോട്. അത് നമ്മൾ നല്ലത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് വേണം അവരോട് പറയാൻ. അല്ലാതെ നമ്മൾ അവരോട് മാത്രം ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മളാകണം വഴികാട്ടി. കാരണം ഞാൻ എൻ്റെ അമ്മ സഞ്ചരിച്ച പാത കണ്ട് വളർന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മയുടെ ആ ഒരു വഴികൾ, സഞ്ചരിച്ച വഴികൾ കണ്ടിട്ട് ആ ഒരു നന്മ നിറഞ്ഞ വഴികളിലൂടെയാണ് ഞാനും സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെയാണ് അതിന്റെ വഴികാട്ടി. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അമ്മ തന്ന ഒരു ഉപദേശമായിരുന്നു, നമ്മള് അന്യന്റെ മുതലൊന്നും തന്നെ ആഗ്രഹിക്കരുത്. അതേപോലെ ചെയ്യുന്ന പ്രവൃത്തിയിൽ എപ്പോഴും സത്യസന്ധത ഉണ്ടാകും. അത് രണ്ടും ഇന്നും തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ. അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇന്ന് എല്ലാവരോടും, കുട്ടികളുണ്ടെങ്കിലും വലിയവരാണെങ്കിലും പറയുന്നത് അതാണ്. നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷിക്കുക. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക. ഞാനൊക്കെ ഇന്നിപ്പോ സൂപ്പർവൈസറായി, ICDS ഓഫീസറായി, പ്രൊമോഷനായി, ഇപ്പൊ റിട്ടയർ ചെയ്തു. മെയ് 31 റിട്ടയർ ആയി. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളുടെ നിന്ന് ഒരു അംശം എന്തെങ്കിലും, അതായത് പണമായിട്ടാണെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് പണമായിട്ട്, അതല്ല നമ്മളെ ശാരീരികമായിട്ട് സഹായിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വേദനകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലേ നമ്മളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മളുടെ മാത്രം സുഖങ്ങളെ കണ്ടുകൊണ്ടും നമ്മൾക്ക് മാത്രം നേടാനല്ല. ഭൂമിയിൽ ഞാനൊരു ഈശ്വരവിശ്വാസിയും കൂടിയാണ്. ദൈവം നമുക്ക് എന്ത് തരുന്നതും, എന്ത് നന്മകൾ തരുന്നതും, എന്ത് സൗകര്യങ്ങൾ തരുന്നതും അത് നമുക്ക് വേണ്ടി മാത്രമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പ്രയാസപ്പെടുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും നമ്മളാൽ കഴിയുന്ന, അത് സേവന മേഖലയിലാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമാവട്ടെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ചെയ്യുക. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ്, മറ്റുള്ളവരെ കുറിച്ച് മോശമായി ചിന്തിക്കാതിരിക്കുക. എല്ലാ മനുഷ്യനും ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാതിന്. ജീവിതത്തിൽ ഒരു വിജയം കൈവരിച്ച സ്ത്രീയുടെ കഥയാണ്. എൻ്റെ അനുഭവ കഥയും കൂടിയാണ്. ഞാൻ കാണുന്നൊരു നേർക്കാഴ്ചയാണ്. എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഹസ്ബൻഡ് ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. 6 മക്കളാണ് അവൾക്ക്. വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ അവൾ പോയിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്നൊരു ദിവസം അയാൾ സൂയിസൈഡ് ചെയ്തു.
6 കുഞ്ഞു മക്കളാണ് അവര്. അവൾക്ക് ഈ ലോകത്ത് ഒന്നിനെക്കുറിച്ചും അറിയില്ല. അവള് പുറത്തു പോയിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്ത് ശീലമില്ലാത്തൊരു പെൺകുട്ടിയാണ്. ഇന്ന് അവളുടെ കഥ ഇങ്ങനെ പറയുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത പ്രയാസം വരും. അവള് ആ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോവാൻ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവള് 7ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരാളായിരുന്നു. അവൾ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു. അതിനുശേഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതി. ഇപ്പൊ +2 പരീക്ഷയ്ക്കും കൂടി അവള് പഠിക്കുകയാണ്. ഇപ്പൊ കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ ആണ്. അതേപോലെ തന്നെ അവള് മറ്റ് ഹരിതകർമ്മസേനയിലെ അംഗമാണ്. കൂടാതെ അവള് ഈ കൃഷിപ്പണിയായിട്ട് ബന്ധപ്പെട്ട് ട്രാക്ടർ ഓടിക്കും, കൊയ്ത്ത് മെഷീൻ ഓടിക്കും. ഞാൻ എന്നും ഓർക്കാറുണ്ട് ഇതിനൊക്കെ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത്. അവളുടെ മക്കളൊക്കെ ഇന്ന് 3 പെൺകുട്ടികളാണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഒരാളുടെ കല്യാണം ഉണ്ട് ഇപ്പോ. മൂത്ത മകൻ ഗൾഫിൽ ബിസിനസ്സാണ്. 2ാമത്തെ മകൻ ബാംഗ്ലൂര് ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2 ദിവസം മുന്നേ ഗൾഫിൽ പോയി. ചെറിയ കുട്ടി പഠിക്കുന്നു. അവളിന്ന് അറിയാത്ത ആളുകളില്ല. അവളെത്താത്ത മേഖലകളില്ല. എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ്. എപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത്. പക്ഷെ അതൊക്കെ നേടാൻ ഉണ്ടായ ആ ഒരു വഴികളിൽ അവൾക്ക് ചില പാളിച്ചകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവര് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ അവരോട് പറയാതെ എനിക്കോ നിങ്ങൾക്കോ അവളെ പോലെ ആവാൻ കഴിയുമോ? എനിക്ക് പോലും തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ ഓവർകം ചെയ്ത് ഇന്ന് അവൾ ജീവിക്കുന്ന ആ രീതിയിലേക്ക് അവൾക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കണമെന്ന്. കാരണം ഞങ്ങളുടെ ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ഒരു 200 വീടുകൾ കൂടി ചേർന്ന ഒരു റെസിഡൻസ് അസോസിയേഷനാണ്. അതിലെ പ്രസിഡന്റും കൂടിയാണ് ഞാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് അവൾക്ക് ഒരു അവാർഡ് കൊടുത്ത് അവളെ ആദരിക്കണം. കാരണം ആദരിക്കേണ്ട ഒരു സ്ത്രീയാണ്. കാരണം ജീവിതത്തിൽ സാധാരണ ഒരാളുകൾ സംഭവിക്കുക എന്താ വിചാരിച്ചാൽ പെട്ടെന്ന് ഭർത്താവിന്റെ വരുമാനം നിന്നു അയാളുടെ കെയറിങ്ങും ഈ 5, 6 ചെറിയ കുട്ടികളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കാത്ത ഒരവസ്ഥയിൽ അവൾ ആ കുഞ്ഞുങ്ങളെ അവളും കൂടെ മരണത്തിലേക്ക് പോകാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് വന്ന് ഒരു നല്ല രീതിയിൽ എത്തി എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഇവളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരിക സാധാരണയാണ്. പക്ഷെ അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അത് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതിന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ എങ്കിലും അതിനൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകരുത്. ഓരോ പരാജയങ്ങളും നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ ഊർജം തരുന്ന കാര്യങ്ങളാക്കി മാറ്റണം. മുന്നോട്ട് പോവുക. പ്രതിബന്ധങ്ങൾ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞതും പോരാത്തതും. ഞാൻ ഇന്ന് ഈ ഉയർന്ന നിലയിൽ എത്തിയതും ഞാൻ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള പ്രയാസങ്ങൾ എനിക്കും ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനൊക്കെ സ്വയം തരണം ചെയ്താലാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ല. നമ്മൾ സ്വയം അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക. നമ്മളത് തരണം ചെയ്യുക. സ്വന്തമായ ഒരു കാലിൽ നിൽക്കാൻ ഉള്ള ഒരു കഴിവുണ്ടാക്കുക. അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്ക് വേണ്ടത് അതാണ്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ടാവുക. നമുക്കൊരു വരുമാനം ഉണ്ടാക്കുക. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അറിയാത്തൊരു കാര്യങ്ങളാണെങ്കിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാത്തൊരു കാര്യം എത്ര ചെറിയവനായാലും വലിയവനായാലും ഞാൻ ആരുടെ അടുത്തും ചോദിക്കും. ഔദ്യോഗികമായിട്ടായിരുന്ന കാലത്തും അല്ലാതെയാണെങ്കിലും. അതിനൊന്നും നമുക്ക് ഒരു പോരായ്മകളോ അല്ലെങ്കിൽ ഒരു മറ്റ് പ്രയാസങ്ങളോ തോന്നേണ്ട കാര്യമില്ല. നമുക്ക് ശരിയായ ഒരു നിലപാടെടുക്കണമെങ്കിൽ ചിലപ്പോൾ പലരുടെ കയ്യിൽ നിന്നും നമുക്ക് പല ഉപദേശങ്ങളും വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പലരുടെ അഭിപ്രായങ്ങൾ അറിയേണ്ടി വരും. അതൊന്നും നമുക്ക് ഒരു അഭിമാനത്തിന് കുറവ് വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാം. പക്ഷെ അത് ആരിൽ നിന്ന് എന്ത് ഉപദേശം കിട്ടുമ്പോഴും അതിന്റെ നന്മ മാത്രമേ നമ്മൾ എടുക്കാവൂ.
അതേപോലെ തന്നെ ഏതൊരു മനുഷ്യനെ നമ്മൾ കാണുമ്പോഴും ചിലപ്പോൾ ചിലര് അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ പോരുമ്പോൾ അവർ ചിലപ്പോൾ ചീത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കാം. ചിലവർ നല്ലവരായിരിക്കാം. ഏതൊരു മനുഷ്യനും അവരുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു നന്മ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കഴിവുണ്ടായിരിക്കും, അയാൾക്കൊരു നല്ല വശം ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും അങ്ങനത്തെ ആളുകളിൽ നിന്നൊക്കെ ആ നല്ല വശം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കും, ചില ആളുകളായിട്ടൊക്കെ നമ്മൾ ഇടപെടുമ്പോഴൊക്കെ, ഇത്തരം ആളുകളായിട്ട് എന്തിനാണ് ഇടപെടുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് പ്രവർത്തിക്കുന്നത്, അല്ല അവർക്ക് വേണ്ടിയിട്ട് എന്തിനാ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, മനുഷ്യൻ ഒരിക്കലും മോശക്കാരനാവുന്നില്ല. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഒരിക്കലും ഒരു മോശം ഒരാളാവാനോ ആയിട്ടല്ല നമ്മൾ ജനിച്ചു വീഴുന്നത്. നമുക്ക് ഒരുപാട് ജീവിത ചുറ്റുപാടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ ജീവിച്ച ആ വഴികളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും ഒക്കെയാണ് മനുഷ്യനെ പല രീതിയിലേക്ക് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു മോശം സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ പോലും അയാളെ ജീവിച്ച ചുറ്റുപാടുണ്ടായിരിക്കാം, അത് അയാളുടെ കുറ്റമായിട്ടല്ല കാണുന്നത്. അയാളിലും നന്മയുണ്ടായിരിക്കാം. ചിലപ്പോൾ അയാളായിട്ട് നമ്മൾ അടുത്ത് പെരുമാറുമ്പോൾ ആണ് നമുക്ക് അവരെ കുറിച്ച് മനസ്സിലാവുക. എൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഞാൻ അവരുടെയൊക്കെ ആ നല്ല വശങ്ങളാണ് എപ്പോഴും ഞാൻ എടുക്കുക. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മനുഷ്യന്റെ നല്ല വശങ്ങൾ നമ്മൾ എടുത്താൽ മതി. നമ്മൾക്ക് കഴിയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനോ, അല്ലെങ്കിൽ ഇനി എന്തിനും ഒരവസ്ഥയാണെങ്കിൽ നമ്മൾ ആരെ കുറിച്ച് ഒന്നും മോശമായിട്ട് അഭിപ്രായപ്പെടാനോ അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കാനോ ശ്രമിക്കാതിരിക്കുക. നമുക്കൊന്നും ചെയ്യാത്തൊരവസ്ഥയിൽ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ ഒന്നും പറയാതിരിക്കുക. മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉയർന്നു പോയത് ഞാൻ കരുതുന്ന എൻ്റെ ഒരു വിശ്വാസം അതാ. ഞാൻ ഒരിക്കൽ പോലും ആരെയും പ്രയാസപ്പെടുത്താൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇപ്പൊ എൻ്റെ ജോലിയിലാണെങ്കിലും സർവീസിൽ ഇരിക്കുന്ന കാലത്താണെങ്കിലും എൻ്റെ പ്രവർത്തകരോടോ സബോർഡിനേറ്റിനോടോ ഒന്നും തന്നെ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. കാരണം അവരിലുള്ള ഒരു മോശം കാണുമ്പോഴും ഞാൻ അവരെ നന്നാക്കാൻ ശ്രമിക്കുക മാത്രമല്ല, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാറാണ് സാധാരണ. ഒരു വർക്ക് ചെയ്യാത്തൊരു അംഗൻവാടി വർക്കറാണെങ്കിൽ അവരുടെ പോരായ്മ എന്താണെന്ന് നമ്മൾ അവിടെ ചെന്ന് അവരെ ഷൗട്ട് ചെയ്യുകയോ ചീത്ത പറയുകയോ ചെയ്യാതെ ഞാൻ അവരെ പേഴ്സണലായിട്ട് അവരായിട്ട് സംസാരിക്കുമായിരുന്നു. എന്താണ് പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം വേണോ, അല്ലെങ്കിൽ മറ്റ് സൂപ്പർവൈസേഴ്സിന്റെ ഭാഗത്തുനിന്നോ സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് സഹായം വേണോ, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആ വിഷയങ്ങളിലേക്ക് ഞാൻ പലപ്പോഴും പല വർക്കർമാരുടെ തന്നെ പല പ്രശ്നങ്ങളിലും പേഴ്സണലായിട്ടും ഞാൻ ഇടപെടാറുണ്ടായിരുന്നു. ഞാനൊരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ മാത്രം അല്ല ഞാൻ ജോലി ചെയ്തതെന്ന് എൻ്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമ്മളുടെ ആ നന്മ നമ്മളുടെ കുഞ്ഞുങ്ങൾക്കാണ് അത് കിട്ടുക. നമ്മളത് തിന്മകൾ ചെയ്താലും അങ്ങനെയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ആ വിശ്വാസം ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു അന്ധവിശ്വാസി എന്നല്ലെങ്കിലും ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ. ഒരുപാട് അമ്പലങ്ങളും പള്ളികളിലൊന്നും കയറി ഇറങ്ങാനൊന്നും എനിക്ക് താല്പര്യമില്ലെങ്കിലും മനസ്സിൽ എനിക്ക് ദൈവം എന്ന് പറയുന്ന ഒരു പ്രകൃതിക്കൊരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും മനസ്സിൽ കരുതുക, ഞാൻ നന്മ ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ കുടുംബത്തിനും അതിൻ്റെ ഗുണം കിട്ടൂ. ഞാൻ മറ്റുള്ളവരോട് മോശമായി പെരുമാറുക, അതല്ലെങ്കിൽ മോശമായിട്ട് ഇടപെടുക, എൻ്റെ ഭാഗത്തുനിന്ന് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എൻ്റെ കുടുംബത്തിനെയാണ് അത് ബാധിക്കുക. എൻ്റെ ജീവിതത്തിലാണ് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ചെറിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക. കഴിയാത്ത കാര്യങ്ങളിലാണെങ്കിൽ നമുക്കല്ലാതെ സാമൂഹ്യമായിട്ട് ഇടപെട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളല്ല അങ്ങനെ. അല്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അതിന് ഞാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. നമുക്കൊരു മനുഷ്യനായാൽ വേണ്ടതും അത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജീവിതത്തിൽ എല്ലാ മനുഷ്യനും ഒരുപോലെയല്ല. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർ കടന്നു വന്ന വഴികളും ഒക്കെ പല വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളും നല്ല രീതിയിലാണെങ്കിലും മറ്റുള്ളവർ ഒരു മോശം വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു പിന്നാമ്പുറങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ നന്മകളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനങ്ങൾ കഴിയുന്നത് ചെയ്തുകൊണ്ട്
നമുക്ക് നല്ല മനുഷ്യരാകാം. അതിന് ഈ കേൾക്കുന്ന എല്ലാവരും, ഞാൻ ഒരു ഉപദേശമായിട്ട് പറയല്ല, ഞാൻ എൻ്റെ കുറേ ജീവിത കഥകളും അതിൽ കൂടെ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ നമ്മളുടെ ഏത് പ്രയാസങ്ങൾ വരണേനും തരണം ചെയ്യാൻ ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തി തരട്ടെ. ജീവിതത്തിൽ ഒരിക്കലും എന്നെ കേൾക്കുന്ന പലർക്കും പല പ്രയാസങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോയി എന്നൊരു തോന്നൽ ഉണ്ടാവരുത്. കാരണം നമ്മൾ ഓരോ തവണ തോൽക്കുമ്പോഴും വിജയിക്കാൻ, അടുത്തത് എൻ്റെ വിജയത്തിലേക്കുള്ള മുന്നോടിയാണ് ഈ തോൽവി എന്ന് മനസ്സിലാക്കി, അത് ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും അങ്ങനെയാണ് നമുക്ക് ഓരോ അനുഭവങ്ങളും വരുമ്പോൾ നമ്മൾ അതിനെ എടുക്കേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകാനും. നമ്മളെ കുഞ്ഞുങ്ങളെ അങ്ങനെ വേണം നമ്മൾ വളർത്താൻ. നമ്മൾ മാതൃകയാവണം. നമ്മളുടെ പ്രവൃത്തികളാണ് അവരെ നാളത്തെ നേരിലേക്ക് നയിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ഇന്ന് നന്മ ചെയ്യാതെയോ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്കൊരു സ്വർഗം, ജീവിതത്തിൽ നമുക്കൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഭൂമിയിൽ തന്നെയാണ്. ഞാൻ ഒരു മരണാനന്തര വിശ്വാസിയല്ല. നമ്മൾ ചെയ്യുന്ന നന്മയുടെയും തിന്മയുടെയും പ്രതിഫലനങ്ങൾ നമുക്ക് അനുഭവിക്കുക നമ്മൾ ഭൂമിയിൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ നന്മ ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലേ മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് ഞാനൊരു വലിയ കാര്യമായിട്ടൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നി ഞാൻ എടുത്ത നിലപാടുകൾ കൊണ്ടാണ് ഞാൻ ജീവിത വിജയം കൈവരിച്ചത്. ഞാൻ അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്നൊരു ഉന്നത പദവിയിലെത്തി. എനിക്കിന്ന് സർവീസിൽ നിന്ന് വിരമിക്കാൻ കഴിഞ്ഞത് എനിക്കൊരു തോന്നലുണ്ട്. അപ്പം അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ആ രീതിയിൽ ജീവിതത്തിൽ ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. അത്രമാത്രമേ ഞാൻ ഈ കാര്യത്തിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ. ഓക്കെ, താങ്ക് യു അംബിക മാം, താങ്ക് യു സോ മച്ച്. നല്ല ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറി തന്നെയാണ് മാം ഷെയർ ചെയ്തിട്ടുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു അംബിക മാമിന്റെ സ്റ്റോറി? പറഞ്ഞോളൂ. ആദ്യം തന്നെ സിന്ധു മാമിനോട് താങ്ക് യു പറയാണ്. ഇങ്ങനെ ഒരാളെ നമുക്ക് ഈ ഒരു വായനാ ദിനത്തിൽ തന്നെ എത്തിച്ചു തന്നതിന് താങ്ക് യു. അതുപോലെ തന്നെ ബി മാജിക്കിനും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഈ ഒരു വായനാ ദിനത്തിൽ സത്യം പറഞ്ഞാൽ ഒരു ആത്മകഥ വായിച്ച ഒരു ഫീലിംഗ് സത്യം പറയുകയാണെങ്കിൽ, കാരണം അത്രയും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മളെ മക്കൾക്ക് ഒരു റോൾ മോഡല് നമ്മളാവണം. മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ മക്കൾ പറയും നമുക്ക് APJ പോലെ അല്ലെങ്കിൽ ഇന്ന ആളുകളെ പോലെ എന്നതിനൊക്കെ പകരം മാതാപിതാക്കൾ തന്നെ അവരെ റോൾ മോഡൽ ആവണം എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റും, അതുപോലെ തന്നെ മേളൊക്കെ കടന്നു വന്ന സാഹചര്യം, ഇന്നത്തെ കാലത്ത് ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമുക്കൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത ആ ഒരു കാര്യത്തെ കുറിച്ചാണ് മേഡം അന്നത്തെ കാലത്ത് അതൊക്കെ തരണം ചെയ്ത് എത്തിയ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മളെ കർമ്മയിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നാം ചെയ്യുന്നത് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ആ ഒരു കണ്ടന്റ്, അതുപോലെ തന്നെ തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഏത് ലക്ഷ്യത്തിലേക്കും എത്താൻ പറ്റും. കാരണം ഉറങ്ങാൻ പറ്റാത്ത അത്രയും വലിയൊരു ആഗ്രഹമാണ് മാഡത്തിനെ ഈ നിലയിൽ എത്തിച്ചതെന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഏതായാലും പറഞ്ഞാൽ തീരില്ല, കാരണം അത്രമാത്രം കാര്യങ്ങളുണ്ട്. ഈ ഒരു കുറഞ്ഞ സമയത്ത് ലളിതമായ രീതിയിൽ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ആ ശൈലിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു ആൾ. താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത ആള്. നമുക്ക് ഒരുപാട് ടൈം ഇല്ല കേട്ടോ. ഫീഡ്ബാക്ക് പറയണം എന്നുള്ളവർ എന്ത് ചെയ്യാം, പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട് പറയാം.
മാജിക് മോർണിംഗ് ഓൾ. ഹലോ, പ്രീത മാം പറഞ്ഞോളൂ. ആ അംബിക മാം, ആദ്യം തന്നെ നൗഫൽ സാറ് പറഞ്ഞ പോലെ സിന്ധു മാമിനാണ് നല്ലൊരു താങ്ക്സ് പറയുന്നത്. കാര്യം ഇത്രയും അധികം ഒരു ഇൻസ്പിറേഷൻ ഉള്ള ഒരു സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, അത് ജീവിത കഥ. അതായത് മാം അനുഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങള് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ദിവസമായിട്ട് വായനാ ദിനമായിട്ടുള്ള ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന മാമിന് ഒരുപാട് താങ്ക്സ്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ആ വോയിസ് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ മാമിന്റെ ആ ഒരു സ്റ്റോറി ഞങ്ങളിലേക്ക് പറഞ്ഞു തരാൻ കാണിച്ച ആ ഒരു മനസ്സിന് വളരെയധികം താങ്ക്സ്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. സിന്ധു മാം. ഹായ്, മാജിക് മോർണിംഗ്. എനിക്ക് എന്താ പറയുന്നത് അറിയില്ല. കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ചങ്കായിട്ടുള്ള സാറായിരുന്നു. ഞങ്ങൾക്ക് CDP ആയിട്ട് വന്നെന്ന് പറയണ ആ നിമിഷം തൊട്ട് ഞങ്ങൾ എല്ലാവരും എന്താ പറയാ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത്രയും നല്ലൊരു ഓഫീസറെ ഞങ്ങൾക്ക് കിട്ടിയാലോ. കാരണം സാർ ഒരിക്കൽ പോലും ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടില്ല. എന്റെ അംഗൻവാടിയിലാണ് എന്നും സാറ് വരിക. കാരണം ഞങ്ങളെ തൊട്ടടുത്താണ് അംഗൻവാടി, ഓഫീസിന്റെ അടുത്താ. അപ്പൊ സാർ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. വന്നാലൊന്നും വഴക്ക് പറയുക അല്ലെങ്കിൽ ഒരു ഇതും ഇന്ന് വരെ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാറ് റിട്ടയർഡായി പോയപ്പോ ഉണ്ടായ ഒരു സങ്കടം കുറച്ചൊന്നുമല്ല. കാരണം ഇത്രയും നല്ലൊരു സാറ് ഇത്ര വേഗം സർവീസിൽ നിന്ന് സാറിന്റെ സമയമായിട്ടാണ് പോയത്. എങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇത്ര കുറച്ച് സമയമല്ലേ സാറിനെ കിട്ടുള്ളൂ എന്നുള്ളൊരു സങ്കടമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അത്ര ഇൻസ്പയർ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തരിക. അപ്പൊ ഒരിക്കൽ പോലും വർക്കറായിട്ട് ഹെൽപ്പറായിട്ട് സാർ ഒരിക്കൽ പോലും വഴക്ക് പറഞ്ഞ ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങളെ സൂപ്പർവൈസറായിട്ടും കുറെ കാലം ഇരുന്നുണ്ടായിരുന്നു. അന്നും ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിവേ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. സാർ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞൊരു വഴിയിലൂടെ സാറിന്റെ ജീവിതകഥ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. സാറിന്റെ ഹസ്ബൻഡിനെ കണ്ടപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോ സാറ് അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ആരെന്ന് അങ്ങനെയൊക്കെ ചെയ്യുക? മറ്റുള്ളവർ പറയുമ്പോ, സമൂഹം നമ്മളെ പറയുമ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ നമ്മളത് വേണ്ടാന്ന് വെച്ച് പോലും, എന്നാലും അങ്ങനത്തെ ഒരാൾക്ക് ഒരു ജീവിതം സാറ് കൊടുത്ത് സാറിന്റെ ജീവിതം ഇത്രയും സക്സസ് ആവാൻ അദ്ദേഹം സാറിന്റെ കൂടെ നിന്നൊക്കെ പറയുമ്പോ സാറിന് ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുക. ഞങ്ങളെ സാറിനെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പോലെ ഒന്നല്ല, നല്ല സുന്ദരിയാണ് ഞങ്ങളെ സാറ്. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഞാൻ എന്താ പറയണ്ടേ, എന്റെ കണ്ണ് നിറഞ്ഞു പോവാ. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറേ. ഇനി ഞാൻ വിളിച്ചപ്പോ അന്നൊക്കെ സാറിന് ജോലിയുടെ തിരക്ക് തന്നെ വരാൻ പറ്റാഞ്ഞ്. ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ സാർ ഓക്കെ ഞാൻ വരാ പറഞ്ഞു. എന്തായാലും ഇനി നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അനുഭവങ്ങളായിരുന്നു, ഒരുപാട് മോട്ടിവേഷൻ തരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, ലവ് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒരാൾക്കും കൂടെ ചാൻസ് തരാം. നന്നായിരുന്നു മാഡം, വളരെ നന്നായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയും നല്ലൊരു ഒഴുക്കായിരുന്നു. വളരെ ഭംഗിയായിട്ട് കേൾക്കാനും അതുപോലെ തന്നെ കുറെ ജീവിത കഥകളിലൂടെ അറിവ് നേടാൻ കഴിഞ്ഞു. വളരെ വളരെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു കൃഷ്ണമൂർത്തി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഇനി ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ നൗഫൽ സാറും പ്രീത മാമും എല്ലാവരും പറഞ്ഞതുപോലെ സിന്ധു മാമിനൊരു ബിഗ് താങ്ക്സ് പറയാണ്. കാരണം അത്രയും എനിക്കറിയാം, ഇപ്പം ഐഷ മാം ആണെങ്കിൽ പോലും ഒരു ട്രെയിനേഴ്സിനെ കോൺടാക്ട് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെയാണ് മൈ സ്റ്റോറിക്കാണെങ്കിലും നിങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഐഷമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക അവരെ. ഓക്കെ, അപ്പം മാം താങ്ക് യു സോ മച്ച്. നല്ല ഇൻസ്പയർ ആയിട്ടുള്ള സ്റ്റോറി തന്നെയായിരുന്നു. ഒരുപാടായി നമ്മുടെ മാജിക്കൽ സ്റ്റോറി ഷെയർ ചെയ്തിട്ട്. ഇപ്പോ ബുക്ക് റിവ്യൂ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. സോ ഇനിയും ഇങ്ങനെയുള്ള സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? എല്ലാരും ഓക്കെ അല്ലേ? എല്ലാവർക്കും നന്ദി പറയാണ് എന്നെ ഇങ്ങനെ ഒരു ഇതിനു വേണ്ടി വിളിച്ചതിന്. ഓക്കെ.
താങ്ക്സ്. അപ്പം ഇന്ന് ഇവിടെ സ്റ്റോറി പ്രസന്റ് ചെയ്തിട്ടുള്ള അംബിക മാമിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു അംബിക മാം. Thank you, Anshika ma'am. Thank you. Thank you, ma'am. Thank you. Have a Thank you, nice ma'am. day. വെൽക്കം.